നമസ്കാരം. ഒരു നല്ല വാർത്തയാണ് ഇന്ന് രാവിലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു വാർത്ത. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന വാർത്ത. അതായത് വധശിക്ഷ റദ്ദ് ചെയ്തു എന്നത് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് കാന്തപുരത്തിന്റെ ഓഫീസ് വിവരം പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷെ ഇനി എന്ത്? അതായത് മറ്റെന്തെങ്കിലും ശിക്ഷ ഉണ്ടോ? ജീവപര്യന്തമാണോ? ഇനി അതല്ലെങ്കിൽ ഇതുവരെയുള്ള ശിക്ഷ അനുഭവിച്ച ആ ഒരു അതുകൊണ്ട് പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി എന്താണ് തീരുമാനിക്കുക? അത്തരം കാര്യങ്ങളെ കുറിച്ച് അവ്യക്തതയുണ്ട്. പക്ഷേ കാന്തപുരത്തിന്റെ ഇടപെടൽ കൃത്യമായ സമയത്തായിരുന്നു. ആ ഇടപെടൽ ഫലം കണ്ടു എന്നത് ശരി തന്നെയാണ്. കാന്തപുരത്തിന്റെ ഓഫീസാണ് ആദ്യം വാർത്ത വന്നിരുന്നത്. 16-ാം തീയതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധേയാക്കില്ല, വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അത് ശരിയാണ് എന്ന് ഇപ്പോഴും നമുക്കറിയാം. കാര്യം കഴിഞ്ഞ 16-നായിരുന്നു വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്നത്. ആ ദിവസം കഴിഞ്ഞ് ഇന്ന് ഇപ്പൊ 29-ആയി. ഇതുവരെ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ കാന്തപുരത്തിന്റെ ഓഫീസ് പറഞ്ഞതും പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടതും ഇന്ത്യ ഗവൺമെന്റ് പിന്നെ സ്ഥിരപ്പെടുത്തിയതുമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. അതായത് കാന്തപുരത്തിന്റെ ഇടപെടൽ ഫലപ്രദമായി. ഇവിടെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് വധശിക്ഷ റദ്ദ് ചെയ്തു എന്ന് പറയാൻ കാരണം. നമ്മൾ സ്ഥിരീകരിക്കുന്നത് എങ്ങനെ? നമ്മുടെ രാജ്യം ഇന്ത്യ, ആ ഇന്ത്യൻ ഭരണാധികാരികൾ പറയണം വധശിക്ഷ റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അത് ഔദ്യോഗികമായി ഗവൺമെന്റിൽ ആ വിവരം കിട്ടുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. അതിന് സമയമെടുക്കും. അതിന് കാരണമുണ്ട്. കാന്തപുരത്തിന് എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ കാന്തപുരത്തിന്റെ സ്വാധീനം അങ്ങനെയാണ്. കാര്യം കാന്തപുരത്തിന് ഇസ്ലാമിക ലോകവുമായി, മുസ്ലിം രാജ്യങ്ങളുമായി, അവിടുത്തെ പണ്ഡിത സമൂഹവുമായി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊന്നും അല്ല, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്ര അടുത്ത സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മറ്റൊരു രാജ്യത്ത് എത്രയധികം ഒരു സ്വാധീനമുണ്ടോ അതുപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള AP അബൂബക്കർ ഉസ്താദിന് സ്വാധീനമുണ്ട്. അത്രയും മനസ്സിലാക്കിയാൽ മതി. അതായത് ഒരു പ്രധാനമന്ത്രിക്ക് സാധിക്കാത്തതല്ല അവിടെ കാന്തപുരം സാധിച്ചെടുത്തത്. ഇന്ത്യ സർക്കാരിന് സാധിക്കാൻ കഴിയാത്തതിൽ കാരണമുണ്ട്. കാരണം അവിടെ ഔദ്യോഗികമായ ഭരണകൂടം വേറെയാണ്. ഒരു സർക്കാരിന് ഒരു രാജ്യത്തെ ഔദ്യോഗിക ഭരണകൂടമായിട്ട് മാത്രമേ ബന്ധപ്പെടാൻ പറ്റൂ. അവിടുത്തെ വിമത വിഭാഗങ്ങളുമായി ബന്ധപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിക്കും. നമ്മുടെ ഒരു പൗരിയല്ലേ, നിമിഷപ്രിയ ഇന്ത്യക്കാരിയല്ലേ, അതുകൊണ്ട് അങ്ങനെ ഇടപെട്ടൂടെ എന്ന് ചോദിക്കും. പറ്റില്ല. ഇവിടെ ഇന്ത്യയെ വിഘടിപ്പിച്ചു കൊണ്ടുപോകാൻ ഒത്തിരി വിഘടനവാദികളുണ്ട്, ഖാലിസ്ഥാൻവാദികളുണ്ട്, മറ്റു പലരുമുണ്ട്, നമുക്കറിയാം. അപ്പോൾ അവരൊക്കെ വിഘടനവാദികളായിട്ട് ഇന്ത്യക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാം. മറ്റൊരു രാജ്യം നമ്മുടെ ഇന്ത്യൻ സർക്കാരിനോട്, നരേന്ദ്രമോദി സർക്കാരിനോട് സംസാരിക്കുന്നതിന് പകരം അത്തരം ഭീകര വിമത സംഘടനകളോട് ചർച്ച നടത്തി അവിടെ നിന്ന് എന്തെങ്കിലും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും? നമ്മൾ നോക്കിയിരിക്കുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര ബന്ധം നടത്താൻ ഔദ്യോഗിക ഭരണകൂടമായിട്ട് മാത്രമേ പറ്റൂ. അവിടെയാണ് സ്വാധീനിക്കാൻ കഴിയുന്നവർ ഇടപെടുന്നത്. കാന്തപുരം ഇടപെടുന്നത് ഏതെങ്കിലും ഒരു ഭീകര സംഘടനയോടോ അല്ലെങ്കിൽ ഭീകര രാജ്യത്തോടോ അല്ല. കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകത്ത് ഇവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇസ്ലാമിക ലേബലിൽ നടക്കുന്ന പണ്ഡിതന്മാരും അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന അധികാരമുള്ളവരും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ കാന്തപുരത്തിന് വിഭാഗീയത ഇല്ലാതെ തന്നെ ഒരു സ്വീകാര്യത ഉണ്ട്. അത് മനസ്സിലാകാത്തത് നമ്മുടെ മലയാളികൾക്കാണ്, ഇവിടെ ഉള്ളവർക്കാണ് അത് മനസ്സിലാകാത്തത്. അത്തരത്തിലുള്ളൊരു സ്വാധീനമുള്ളത് കൊണ്ട് കാന്തപുരം ഒരു വാക്ക് പറഞ്ഞാൽ അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇങ്ങോട്ടും ഇപ്പൊ മർക്കസിൽ എന്തെങ്കിലും ഒരു ആവശ്യം അവരുടെ ഒരു പണ്ഡിതൻ, കാന്തപുരം അംഗീകരിക്കുന്ന ഒരു പണ്ഡിതൻ പറയണം, മർക്കസിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ചെയ്തു തരണം, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിനോട് ഇങ്ങനെ പറഞ്ഞു ഒന്ന് ചെയ്യിച്ചു തരണം എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന് അവിടെ ഇടപെട്ടേ പറ്റുള്ളൂ. ഇടപെടും. നടക്കൂല എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ ഇടപെട്ടിരിക്കും. അപ്പോൾ ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് തന്നെ, ഇസ്ലാമിക ചട്ടക്കൂടിൽ ഭരിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ കാന്തപുരത്തിന് സാധിക്കും, കാന്തപുരത്തിനേ സാധിക്കൂ. അതുകൊണ്ടാണ് കാന്തപുരത്തിന് സാധിച്ചത്. നേരെ മറിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഒരു മതപണ്ഡിതന് ഇവിടെ എത്രയധികം സ്വാധീനിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പരിധിയും പരിമിതികളും ഉണ്ടാകും. അതുകൊണ്ട് കാന്തപുരത്തിന്റെ വില ഇവിടെ ഇല്ലാതാകുന്നൊന്നുമില്ല. പക്ഷെ അവിടെ കാന്തപുരത്തിന്റെ വില വളരുന്നത് ഇന്ത്യൻ ഭരണകൂടം കാന്തപുരത്തെ ഉപയോഗപ്പെടുത്തുന്നതിലാണ്. അവിടെയാണ് കേന്ദ്രം വിജയിച്ചത്. അത് കാന്തപുരം വളരെ ഭംഗിയായിട്ട് ആ ഉത്തരവാദിത്വം നടപ്പിലാക്കുകയും ചെയ്തു. പക്ഷെ ഔദ്യോഗികമായിട്ട് വിവരം അവർക്ക് കിട്ടണം. പക്ഷെ കാന്തപുരമാണ് ഇടപെട്ടത് എന്നതുകൊണ്ട് കാന്തപുരത്തിന് വേഗം വിവരം കിട്ടും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം മറ്റൊരു പണ്ഡിതൻ എന്ന് നടിക്കുന്ന ഒരാൾ വലിയൊരു വീഡിയോ ചെയ്തേക്കുന്നത് കണ്ടു, കാന്തപുരത്തെ അധിക്ഷേപിച്ചുകൊണ്ട്.
അവരോടൊക്കെ പറയാനുള്ളത്, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ എന്താ പറയാ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിലും അതിനെ നിന്ദിക്കാൻ ഉള്ള ഒരു പരിപാടി നിൽക്കരുത്. അതായത് തിന്നയില്ല തീറ്റിക്കയില്ല എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ, അതങ്ങോട്ട് മാറണം. അതൊന്നും ഇസ്ലാമികമല്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ കേന്ദ്രം ഇടപെട്ടു എന്നുള്ളതിന്റെ തെളിവെന്താണ്? കേന്ദ്രം കൃത്യമായി അതിലിടപെടാൻ നോക്കിയത് ഇടനിലക്കാർ മുഖേനയാണ്. അന്ന് കാന്തപുരം രംഗത്തില്ല. ഇടനിലക്കാർ മുഖേന ഒരു ചർച്ചയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ജിബൂട്ടിയിലെ ഇന്ത്യൻ എംബസിയിലൂടെ $20,000 അവിടെ എത്തിച്ചു. എന്നിട്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത 20,000 സൗദി അറേബ്യൻ എംബസിയിലൂടെ അവിടെ എത്തിച്ചു. അപ്പോൾ $40,000 അവിടെ എത്തിച്ചു. അത് ഏത് വഴിക്ക് പോയി എന്നുള്ളത് വേറെ വിഷയമാണ്. അതൊരിക്കലും സർക്കാരിന് നോക്കാൻ പറ്റില്ല, അവിടെ എത്തിക്കാനേ പറ്റുള്ളൂ. അപ്പോ ഒരു ദിയാധന ചർച്ചയിലൂടെ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയും എന്ന് ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കേന്ദ്രത്തിന് സാധിക്കാത്തത് കാന്തപുരത്തിന് സാധിച്ചു എന്ന മട്ടിൽ കാന്തപുരത്തിന്റെ തന്നെ അത്ര വിവരമില്ലാത്ത കുറച്ച് അനുയായികളും പിന്നെ കാന്തപുരത്തെ ഏതു വിധനെയും അടിച്ചു താഴ്ത്താനായി തക്കം പാർത്തിരിക്കുന്നവർ കാന്തപുരത്തിന്റെ അനുയായികളുടെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് മറ്റുള്ള ചിലരും കാന്തപുരത്തെ വല്ലാണ്ടങ്ങോട്ട് പൊക്കിയടിച്ച് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കാന്തപുരത്തിനോട് ഒരു വിഭാഗത്തിന്റെ എതിർപ്പുണ്ടായി. പിന്നെ കാന്തപുരത്തിന്റെ ഈ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും നടത്തിയാൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി അങ്ങോട്ട് വർദ്ധിക്കും, അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിക്കും, തങ്ങളെക്കാൾ വലിയ ആളായി മാറും, തങ്ങളൊക്കെ വലിയ ആളാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിഭാഗങ്ങളൊക്കെ താഴ്ന്നു പോകും എന്നതുകൊണ്ട് എങ്ങനെയും ഏതു വിധനെയും ഈ ഉദ്യമത്തെ പരാജയപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചവരുമുണ്ട്. ഈ രണ്ടു കൂട്ടരോടും പടവെട്ടിക്കൊണ്ട് നിശബ്ദമായി പടവെട്ടിക്കൊണ്ടാണ് കാന്തപുരം വിജയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി ഇന്ത്യ സർക്കാർ ഒന്ന് പറഞ്ഞാൽ മതി. ഇനി എനിക്ക് തോന്നുന്നത് നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായൊരു വിചാരണ ലഭിച്ചിട്ടുണ്ടെന്ന് സംശയമാണ് എന്നാണ്. കാരണം ഒന്ന്, നിമിഷപ്രിയയുടെ ഭാഷ അതാണ്. നിമിഷപ്രിയ തന്നെ പറഞ്ഞു കരാറിൽ എന്താണ് എഴുതിയതെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന്. അറബി അറിയണമെന്നില്ല. അപ്പോൾ അവിടുത്തെ ഭാഷയിൽ എന്തൊക്കെയാണ് ഏതൊക്കെ രേഖകളിലാണ് ഒപ്പുവെപ്പിച്ചത് എന്നൊന്നും അറിയില്ല. അവിടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഹാജരായ വക്കീൽ ഏത് വിധേന വാദിച്ചു എന്നും അറിയില്ല. അപ്പോൾ നീതിപൂർവമായി അവൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമാണോ ശിക്ഷിക്കപ്പെട്ടത് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോ അടുത്തൊരു ചോദ്യം ചോദിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്രീഷ്മയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ പിന്നെ ജോളിക്കുമൊക്കെ അതിന് അർഹതയില്ലേ എന്ന്. വ്യത്യാസമുണ്ട്. കാരണം അവിടെ നിമിഷപ്രിയയ്ക്ക് ഇത്തരത്തിൽ കൃത്യമായ ഒരു വിചാരണ നടന്നു എന്നുള്ള നമ്മുടെ ഉറപ്പില്ലായ്മ അതൊരു വശത്ത്. രണ്ടാമത്, എത്ര വലിയ കുറ്റവാളിയാണെന്നുണ്ടെങ്കിലും പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കാൻ വ്യവസ്ഥയുണ്ട് എന്നുള്ള ഇസ്ലാമിക ശരീഅത്തിലെ ഒരു ഭാഗം ഇത് രണ്ടും ഉപയോഗപ്പെടുത്താണ്. അതിലെ രണ്ടാമത്തെ ഭാഗം മാപ്പ് കൊടുക്കാം എന്നുള്ള ഭാഗം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അവിടെ ഒരു പുനർവിചിന്തനത്തിന് സമയമുണ്ട്. നേരെ മറിച്ച് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അതല്ല. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ മറ്റൊന്നാണ്. ഒരു കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ അപ്പീൽ പോകാം. അപ്പീൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തള്ളിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി പോകാം. സുപ്രീം കോടതിയിലും പോയി അതിനുശേഷം പ്രസിഡന്റ് അടുത്ത് ദയാഹർജിക്ക് പോകാം. പ്രസിഡന്റും തള്ളിക്കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കൂ. ഇവിടെ ഈ കൊല്ലപ്പെട്ടവരുടെ വീട്ടുകാർ അവർ ദിയാധനം വാങ്ങി ഈ ശിക്ഷ ഇല്ലാതാക്കുന്ന ഒരു പരിപാടി ഇന്ത്യയിൽ ഇല്ല. കാരണം ഇവിടെ ഒരു നിയമവ്യവസ്ഥയാണ്, ശരിയത്തെ നിയമമല്ല ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അതിനർത്ഥം അവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുകൂടിയാണ്. അങ്ങനെ വരുമ്പോൾ നിമിഷപ്രിയ കുറ്റക്കാരിയാണ് എന്നുണ്ടെങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിനൊരു സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മുകളിൽ കുറ്റം ചെയ്യാതെ ചെയ്തതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അതിന്റെ ഒരു അവസ്ഥ അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതിനല്ലേ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അത്രേ കാന്തപുരം ചെയ്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കാന്തപുരം ഒരു ഹീറോ തന്നെയാണ് എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് സാധിക്കാത്തത് കൊണ്ടല്ല. ഉചിതമായ സ്ഥലത്ത് തന്റെ പദവി, തന്റെ സ്വാധീനം, തനിക്ക് എത്ര സ്വാധീനമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആരുടെയും എതിർപ്പ് വകവയ്ക്കാതെ തനിക്ക് ഇത്തരത്തിൽ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ മറികടന്നുകൊണ്ട് കാന്തപുരം കൃത്യസമയത്ത് ഇടപെട്ട് അന്ന് വധശിക്ഷ നീട്ടിവെപ്പിച്ചെന്നുണ്ടെങ്കിൽ ഇന്ന് ആ വധശിക്ഷ റദ്ദ് ചെയ്യിച്ചു എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്, വളരെ വലിയ കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ ഇടപെടാൻ കഴിയുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് മുൻനിർത്താൻ കഴിയണം. മുന്നിൽ നിർത്തി അവരെ കൊണ്ട് അത് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജീവനുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവർക്ക് നല്ലൊരു വിചാരണ ലഭ്യമാക്കാനെങ്കിലും നമുക്ക് സാധിക്കും. അവർ ശിക്ഷ നടപ്പിലാക്കട്ടെ, കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കട്ടെ, അത് നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ വിദേശത്ത് ശിക്ഷിക്കപ്പെടുന്ന മുഴുവൻ ആൾക്കാരെയും രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ അവർക്ക് നീതിപൂർവമായ ഒരു വിചാരണ ലഭ്യമാക്കണം എന്ന് ആവശ്യപ്പെടാൻ ഇന്ത്യയിൽ നിന്ന് ഇന്ന് ഒരാളുണ്ട്.
അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യയിൽ ഇന്ന് ഒരാൾ ജീവിച്ചിട്ടുണ്ട് എന്നത് അഭിമാനപൂർവ്വം നമ്മളത് അംഗീകരിക്കുന്നതിന് പകരം ഈ വൈകിയ വേളയിലും കാന്തപുരത്തിനെ പഞ്ഞിക്കിടാനാണ്, അല്ലെങ്കിൽ കാന്തപുരത്തിനെ ഇകഴ്ത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ മോശമാക്കാനും നിമിഷപ്രിയയെ തൂക്കിക്കൊല്ലാനുമാണ് ഒരു കൂട്ടർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്ത് നിന്ന് തന്നെ ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. Different angles. Don't forget to subscribe and support this channel.